ഒരു അടിപൊളി ഫസ്റ്റ് ഹാഫ് ഫോളോഡ് ബൈ എ ബോറിംഗ് സെക്കൻഡ് ഹാഫ് ആൻഡ് അപരാധം ക്ലൈമാക്സ്. അതാണ് ജനനായകൻ. ഒരു വിജയ് ഫാൻസിന് എന്ത് വേണോ അത് ഏകദേശം ഫസ്റ്റ് ഹാഫ് തന്നെ നൽകുന്നുണ്ട്. ഒരു നല്ലൊരു സ്റ്റേജിങ്ങുള്ള ഫൈറ്റ്, അത്യാവശ്യം ഡാൻസ് കളിക്കുന്ന പാട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഫാൻസിന് എൻജോയ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിലുണ്ട്. സെക്കൻഡ് ഹാഫ് ഒന്ന് വലിപ്പിക്കുകയാണ്. അതായത് സ്റ്റാർട്ടിങ് ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ക്ലൈമാക്സ് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായ ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയും ഇതൊക്കെ ആയിട്ട് അങ്ങ് വലിപ്പിക്കുകയാണ്. എന്നാൽ ഭീകരമായ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരുന്ന ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ആണോ എന്നൊക്കെ ചോദിച്ചാൽ അല്ലെന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ക്ലൈമാക്സ് ആണ് വരുന്നത്. ഇപ്പോൾ ക്ലൈമാക്സ് ഒരു മുക്കാൽ മണിക്കൂറോളം ലെങ്ത്തുള്ളൊരു ക്ലൈമാക്സ് ആണ്. അതിൽ കാണിക്കുന്നത് ശുദ്ധ അബദ്ധങ്ങളും അപരാധങ്ങളുമാണ്. കൈൻഡ് ഓഫ് ഒരു എത്രത്തോളം നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് പൊതുവെ പടത്തിൽ നിന്ന്, അതിൻ്റെ എത്രയോ മടങ്ങ് അപരാധമാണ് ക്ലൈമാക്സ് കാണിക്കുന്നത്. സോ അത് സഹിക്കാൻ പറ്റിയില്ല. പക്ഷെ അത് മാറ്റി നിർത്തിയ ഇപ്പോൾ ഒരു വിജയുടെ ലാസ്റ്റ് ഡാൻസ് എന്നുള്ള രീതിയിൽ ഫാൻസിന് എൻജോയ് ചെയ്യാൻ മാത്രമുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഒരു പടമാണ്. പിന്നെ ഈ പടം കാണുവാണെങ്കിൽ ഒരു പാക്ഡ് ആയിട്ടുള്ള ഫാൻസ് ഉള്ള തിയേറ്ററിൽ തന്നെ കാണുക, മനസ്സിലായി. അപ്പോൾ ആ ഒരു വൈബിൽ ഈ പടം കണ്ടിരിക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം ഒരു OTT-യിലൊന്നും ഈ പടം ഇരുന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ ലെങ്ത്ത് 3 മണിക്കൂറാണ്. അപ്പോൾ ഈ 3 മണിക്കൂർ പറയത്തക്കതായുള്ള കഥകളൊന്നും ഇല്ല. ഞാൻ ഭഗവാൻ കേസരി ഞാൻ കണ്ടിട്ടില്ല, അതിൻ്റെ റീമേക്കാണ് കുറേ ഭാഗമെന്ന് കേട്ടു. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ കുറേ സീനുകളൊക്കെ ഇങ്ങനെ ലൈക്ക് ഞാൻ പറഞ്ഞു, ഫാൻസിന് ആ ഒരു വൈബിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സാധനം, അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ലാത്തൊരു പടമാണിത്. മമിത ബൈജുവിന് അവസാനത്തെ കുറച്ച് എലവേഷൻ സീൻസൊക്കെ കിട്ടിയിരുന്നു, അതൊക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നി. വിജയും ആളുടെ സ്ഥിരം സാധനം തന്നെ, പക്ഷെ അത് കുറേയൊക്കെ നല്ല രീതി തന്നെ ആൾ വരുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു ഇത് വരുന്നുണ്ട്, ഒക്കെ ഒരു ഓറ വരുന്നുണ്ട്. അങ്ങനത്തെ ആ രീതിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. മെയിൻ സംഭവം മ്യൂസിക്, നമുക്കറിയാം ഇതിൻ്റെ BGM അല്ലെങ്കിൽ സൗണ്ട് ട്രാക്ക് കുറേ മുന്നേ റിലീസായതാണ്. അതൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടിയിരുന്നു. അതന്നെ ഈ പറഞ്ഞ മെയിൻ സാധനങ്ങളൊക്കെ വരുന്നത് ഫസ്റ്റ് ഹാഫിലാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു ഐറ്റമായിരുന്നു, ഒരു വൈബിൽ കണ്ടിരിക്കാൻ പറ്റിയ ഐറ്റമായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ഈ പടത്തെ ലെറ്റ് ഡൗൺ ചെയ്തു എന്ന് എനിക്ക് പറയേണ്ടി വരും. പെട്ടെന്ന് തന്നെ ആദ്യത്തെ ഒരു 2 ദിവസത്തിനുള്ളിൽ പടം പോയി കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പടം കാണാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു ആരും അനങ്ങാത്തൊരു തിയേറ്ററിൽ, സൈലൻറ്റ് തിയേറ്ററിൽ ഫസ്റ്റ് ഹാഫ് തന്നെ കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനത്തെ ഒരാൾക്ക് സെക്കൻഡ് ഹാഫ് ഒരിക്കലും കാണാൻ പറ്റില്ല, എസ്പെഷ്യലി ക്ലൈമാക്സ്. ബോബി ഡിയോളിൻ്റെ എൻട്രി അതിൻ്റെ സ്റ്റേജിങ് ഒക്കെ മാരകമായിരുന്നു. ബോബി ഡിയോളിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ബോബി ഡിയോളിൻ്റെ പ്രസൻറ്റേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കോമഡിയാക്കി, ഒരു വീഡിയോ ഗെയിം കളിക്കുന്ന വില്ലനൊക്കെ ആക്കി മാറ്റി അവസാനമൊക്കെ ആയിട്ട്. അപ്പോൾ എന്താ പറയുക, താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ പോയി കണ്ടു നോക്കുക, അല്ലാത്തവർ മാറി നിൽക്കുക, അതായിരിക്കും ബെറ്റർ.